ഇന്ന് പൈനാപ്പിൾ കയ്യിൽ കിട്ടിയപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേട്ടോ. പൈനാപ്പിളിൻ്റെ മണം അടിച്ചപ്പോൾ ഒരാൾ അടുക്കളയിലായിട്ട് വന്നു. പൈനാപ്പിളിന് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയാൻ, കുറച്ച് ജ്യൂസ് അടിക്കാൻ, കുറച്ച് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാൻ വേണം. അടുത്തളിപ്പ വന്നതേ ഉള്ളൂ. ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. കുറച്ച് കഷ്ണങ്ങൾ നമുക്ക് നന്നായിട്ട് അരച്ച് ജ്യൂസാക്കി എടുക്കണം. അതിനുള്ളതാണ് ഇത് അരിയുന്നത്. ഒരാൾ അവിടെ തന്നെ നിൽക്കുകയാണ്. എല്ലാം നല്ല കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ട് അതിന് നന്നായിട്ട് ജ്യൂസാക്കി നമ്മൾ അതിൽ നിന്ന് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അരിച്ചെടുത്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി ജ്യൂസും കൂടി നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കാൻ പോലെ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ടേ. അതിനെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാൻ പോകാൻ കേട്ടോ. അതിലേക്ക് കുറച്ചൊന്ന് മഞ്ഞപ്പൊടി ഇട്ട് കളറിന് വേണ്ടി കുറച്ച് മഞ്ഞപ്പൊടി. നന്നായി ഒന്ന് കുറുകി വരും വരെ ഒന്ന് നമുക്ക് തിളപ്പിക്കാം. ആ സമയത്തിന് നമുക്ക് വേറൊരു സാധനം ഉണ്ടാക്കാമേ. ഇതൊരു ചെറിയൊരു ഗ്ലാസ് കോൺഫ്ലവർ ആണ്. അതേ കളവിൽ തന്നെ നമ്മൾ പഞ്ചസാരയും ചേർത്ത് കൊടുക്കണം. അതിൽ ഈ പാത്രത്തിലാണ് ഞാൻ കോൺഫ്ലവർ എടുത്തത്, അതുകൊണ്ട് അതേ അളവിൽ തന്നെ ഞാൻ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം. ഈ സമയത്ത് പൈനാപ്പിൾ അവിടെ ഒന്ന് വറ്റുകയാണ്, അതവിടെ ഇരിക്കട്ടെ. നമുക്കിതിനെ ഒന്ന് ചേർത്ത് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാമേ കുറച്ച്. എന്നിട്ട് അതിനെ ഒന്ന് കുറുക്കിയെടുക്കണം. നല്ല കട്ടിയാവുന്ന വരെ കുറുക്കിയെടുക്കണം. ഇതുവരെ കട്ടയൊക്കെ വരും, ഇപ്പം കുഴപ്പമില്ല. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് വരും. നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാമേ. തീ ഒന്ന് കുറച്ച് വയ്ക്കണേ. നന്നായിട്ട് കട്ടിയാവുന്ന വരെ കുറുക്കിയെടുക്കുക. കുറുകി വന്നതിന് ശേഷം ഒരു പാത്രത്തിൽ എണ്ണ തടവി അല്ലെങ്കിൽ നെയ്യോ തടവിയിട്ട് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ കട്ടിയാകുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ നെയ്യ് തടകി വെച്ച പാത്രത്തിലേക്ക് അതിനെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണേ. ഇതുപോലെ നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിന് നിൽക്കാതെ ഞാൻ ഒരു വേറൊരു പാത്രം കൂടെ എടുത്തിട്ടുണ്ട്, അതിൽ കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. രണ്ട് പാത്രത്തിലായിട്ടാണ് ഞാൻ ഒഴിച്ചത്. നമ്മൾ നേരത്തെ കുറുക്കി വെച്ചത് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടാറുമ്പോഴത്തേക്ക് നമുക്ക് കഴിച്ചു നോക്കാം. അതായത് അലുവ പോലെ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ അത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഒരു ചെറിയ പുളിയും കാണും, മധുരവും കാണും. കാണാനും നല്ല ഭംഗിയായിട്ടില്ലേ? ടേസ്റ്റ് നോക്കാൻ വേണ്ടി ഒരാളൊന്ന് നിൽക്കുകയാണേ. നമുക്കൊന്ന് കൊടുത്തു നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടല്ലേ ഇരിക്കുന്നത്, കാണുമ്പോൾ തന്നെ അറിയാം. ജെല്ലി പോലെ ആയിട്ടുണ്ട്.